തണുപ്പാണ്, നല്ല മഞ്ഞാണ്. ഉണ്ടോ? ഇത് വാഗമൺ ടൗൺ ആണിത്, വാഗമൺ ടൗൺ. അപ്പോൾ എന്തായാലും ഇറങ്ങുകയാണ് സൈക്കിൾ എടുത്തുകൊണ്ട്. അപ്പം മാക്സിമം പോകുന്ന സ്ഥലത്ത് പോവാം. ചില സ്ഥലങ്ങളിൽ ഇപ്പോഴും പെർമിഷൻ ഇല്ല, എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട്. പക്ഷെ അതിരാവിലെ ആയതുകൊണ്ട് എവിടെയെങ്കിലും തുറക്കുമെന്നുള്ളത് കറക്റ്റായിട്ട് അറിയില്ല, പോയി നോക്കണം. കുറച്ചുകൂടെ കഴിഞ്ഞാൽ കുറേ ആൾക്കാർ വരും, നല്ല ക്രൗഡാവും. ഇപ്പം ഞാൻ പുള്ളിക്കാനം റോഡാണ്, പുള്ളിക്കാനം കാഞ്ഞാറ് വഴി തൊടുപുഴയിൽ പോകുന്ന റോഡ്. നല്ല റോഡാണ്, നല്ല രസമാണ്. ഈ റൂട്ട് അടിപൊളിയാണ് കേട്ടോ, ഈ തൊടുപുഴയ്ക്ക് പോകുന്ന ഈ റൂട്ട്, പുള്ളിക്കാനം വന്നിട്ട് പോകുന്ന റൂട്ട് നല്ല അടിപൊളി റൂട്ടാണ്. നമ്മളിപ്പോൾ എസ് വളവെന്ന് പറഞ്ഞ വളവൊക്കെ ഇറങ്ങി ഇപ്പോൾ താഴത്തേക്ക് വന്നതാണ്. അറ്റത്ത് കാണുന്ന വാഗമണ്ണാണത്. നല്ല തണുപ്പാണ്, രക്ഷയില്ലാത്ത തണുപ്പ്. അയ്യോ,
പൂട്ടിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഇതിലേക്ക് ആൾക്കാരൊക്കെ കയറാറുണ്ട്. വേറെ ചെറിയ വഴികളൊക്കെ ഉണ്ട്. ഇനി കുറച്ച് നേരം കൂടെ കഴിയുമ്പോൾ തുറക്കുമായിരിക്കും. ഞാനിപ്പോൾ രാവിലെ വന്നുകൊണ്ടായിരിക്കും. രാവിലെ എന്തായാലും തുറക്കില്ല. എല്ലാ ടൂറിസ്റ്റുകാരെല്ലാവരും വന്നു കഴിയുമ്പോൾ അതൊക്കെ തുറക്കും. ഇത് ഓപ്പൺ ആക്കുമോ? ഓപ്പൺ ആക്കുമല്ലേ? 9 മണിക്ക് ഓപ്പൺ ആക്കും അല്ലേ? 9 മണിക്ക് ഇത് ഓപ്പൺ ചെയ്യും. സ്ട്രെയിറ്റ് കാണുന്ന പാറ ഉണ്ട്. ആ പാറയാണ് തങ്ങൾ പാറ. അതിൻ്റെ ഏറ്റവും മേള് വരെ കയറാം. നമുക്ക് മുകളിൽ വരെ നമുക്ക് കയറാം. അതാണ് തങ്ങൾപ്പാറ. വലിയൊരു കൊക്കയത്. അടിപൊളി സ്ഥലം. വന്നിട്ടുണ്ട് ഇവിടെ തങ്ങൾപ്പാറ. ഈ സൈഡ് ഞാൻ വന്നിട്ടുള്ള ഇവിടെ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്. മെയിൻ ഷൂട്ടിംഗ് ലൊക്കേഷൻ അതൊക്കെ. ഞാൻ സിനിമയിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ സ്റ്റിൽ ഫോട്ടോഗ്രാഫറാണ് സിനിമയിൽ. അപ്പോൾ ഞങ്ങൾ പല സിനിമകൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. അവിടെ അതിൻ്റെ റൈറ്റ് സൈഡിൽ ഈ കൊക്കയുടെ സൈഡിൽ ടെൻ്റൊക്കെ അടിച്ച് താമസിക്കാൻ പറ്റുന്ന സെറ്റപ്പ് അവിടെ ചെയ്തു. അത് കാണിച്ചു തരാം. സൈഡിലുള്ള ഒരു ക്യാമ്പൊക്കെ ചെയ്യുന്ന സ്ഥലമാണ്. ഈ സമയത്ത് വരണം കേട്ടോ. ഈ മഴ സമയത്ത് നമ്മൾ വാഗമൺ വരുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ്. കാരണം ഇത്രയും കോടയൊന്നും നമ്മൾ നോർമലി വന്നു കഴിയുമ്പോൾ കാണില്ല. മഴ വന്നു കഴിയുമ്പോൾ നമുക്ക് സ്ഥലങ്ങളെല്ലാം നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. പക്ഷേ ഈ മൺസൂൺ ഈ മഴ സമയത്ത് വന്നു കഴിയുമ്പോൾ വാഗമണിൻ്റെ ഒരു ഫീൽ അതാണ്. നല്ല തണുപ്പും നല്ല കാറ്റ്, നല്ല മഞ്ഞ്, അടിപൊളി. അപ്പോൾ പറ്റുമെങ്കിൽ ഈ മഴ സമയത്ത് തന്നെ വാഗമൺ വരാൻ നോക്കുക. ഇത്തിരി തണുപ്പ് കൂടുതലുണ്ടാവും, കുറച്ചൊക്കെ മഴ നനയേണ്ടി വരും, എന്നാലും ഒരു നല്ലൊരു ഫീലാണത്. അപ്പോൾ മൺസൂൺ ടൈമിൽ ആരെങ്കിലും വരാത്തതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഗമൺ വരണം. അടിപൊളി സ്ഥലമാണ്. അടിപൊളി സ്ഥലമാണെന്ന് പറയേണ്ട കാര്യമില്ല.
ഇതൊക്കെ കാണുന്നുണ്ട് എല്ലാവരും കണ്ടോ. അപ്പം എല്ലാവരും വരണം, എൻജോയ്. ഇത് വാഗമണ്ണിൽ നിന്ന് ഉപ്പുതറയ്ക്ക് പോകുന്ന റോട്ടിലുള്ള ഒരു വ്യൂ പോയിൻ്റാണിത്. ഫുള്ള് തേയിലത്തോട്ടവും. അങ്ങറ്റത്ത് വാഗമണ്ണ് നമുക്ക് കാണാം. 4 കിലോമീറ്റർ വാഗമൺ ടൗണിൽ നിന്ന് 4 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക്. വാഗമൺ, ഈരാറ്റുപേട്ട, കോട്ടയം. ഞാനിപ്പോൾ ഉള്ളത് ഉപ്പുതറയ്ക്ക് പോകുന്ന റോട്ടിലാണുള്ളത്. അവിടെ ഞാനൊരു ചെറിയൊരു സ്ഥലം കണ്ടു. കോട്ടമല എന്ന് എഴുതി വെച്ചിട്ടുള്ളൊരു സ്ഥലമുണ്ട്. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കണം, അങ്ങോട്ടൊന്ന് പോവാം. ഇത്തിരി സ്ഥലം കുഴപ്പമില്ല. ഇത് വെള്ളം പോകുന്ന സ്ഥലമാണ്, അതുകൊണ്ട് എപ്പോഴും പൊളിഞ്ഞു കിടക്കും. ചുരുന്ന സ്ഥലം കേട്ടോ. ഇതുണ്ടോ? എഡ്ജാണിത്. ഇവിടുന്ന് താഴത്തേക്ക് ഭയങ്കര പൊക്ക പോലെയാണ്. തേയിലത്തോട്ടമാണ് ഫുള്ള്. പിന്നെ തിരിച്ചു പോകണം. തിരിച്ച് 2 ദിവസമായിട്ട് ഇവിടെ തന്നെ ആയിരുന്നു. അപ്പം സൈക്കിൾ ഓട്ടി പോകാൻ പറ്റുന്ന സ്ഥലത്തല്ല നമ്മൾ സൈക്കിൾ ഓട്ടി പോയി. കാണിക്കാൻ പറ്റാവുന്ന വീഡിയോസൊക്കെ എടുക്കാൻ പറ്റാവുന്ന എല്ലായിടത്തും നമ്മൾ വീഡിയോ എടുത്തു. അപ്പോൾ വാഗമണിലെ മൺസൂൺ റൈഡായിരുന്നു. നിങ്ങളത് കാണുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറൊരു നല്ലൊരു സ്ഥലമായിട്ട് അടുത്ത വ്ളോഗിൽ കാണാം. ഓക്കെ, ക്ഷീണിച്ചു. ബൈ.